ഡിസംബർ 22 റിലീസാവുന്ന അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന കുടുംബ പ്രേക്ഷകരെല്ലാം പ്രിയങ്കരിയായ കൃഷ്ണ തുളസി ബായാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? ഈ സിനിമയിലേക്ക് എത്തിയത് അഷ്റഫിക്കയുടെ വൈഫാണ് എന്നെ സെലക്ട് ചെയ്തത്. അത് പിന്നെ അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരാൾക്കൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നതൊരു ഭാഗ്യമായി കരുതി. എന്താണ് സിനിമയുടെ ക്യാരക്ടർ? നായകൻ്റെ അമ്മയുടെ കഥാപാത്രമാണ്. ഒരു ക്രിസ്ത്യൻ കഥാപാത്രമാണ്. പഴയ കാലത്തെ ചട്ടയും മുണ്ടൊക്കെ ഇട്ട് ഭയങ്കര വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. കുറച്ച് കഷ്ടം പോലെ തോന്നിയെങ്കിലും നല്ല രസമായിരുന്നു. മുഴുനീള റോളാണോ? മുഴുനീള റോളാണ്. എന്താണ് സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയത്? കഥ കേട്ടപ്പോൾ ഇഷ്ടമായി, അത്ര തന്നെ. കഥ പറയാൻ പറ്റില്ലല്ലോ. അല്ല, കഥ കേട്ടപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. അത് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാവം അമ്മയാണ്. അപ്പം ഇഷ്ടമായി ആ കഥാപാത്രം. ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, ഇപ്പൊ സിനിമയിലേക്ക് വന്നു. ഏതാണ് കൂടുതൽ കംഫർട്ട്? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. രണ്ടും നമ്മളുടെ ഇതുപോലെയാണ്. എനിക്ക് രണ്ടും ഒരുപോലെ തന്നെ. എങ്ങനെ ടൈം സീരിയലാകുമ്പോൾ നമുക്ക് ഇത്ര ഒരു സീരിയലെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. രണ്ടും നമ്മളുടെ എഗ്രിമെന്റ് ആണല്ലോ. ആണ്. എങ്കിലും എനിക്ക് രണ്ടും ഇഷ്ടമാണ്. സീരിയലാകുമ്പോൾ സീരിയലിൻ്റെതായിട്ടുള്ള പരിമിതികൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. തീർച്ചയായിട്ടും. ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് എല്ലാവരും നമ്മളോട് പറഞ്ഞ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാറുണ്ട്. അതിപ്പോൾ ഈ സീരിയൽ കാരണം അല്ലെങ്കിൽ സിനിമ കാരണം ഏതെങ്കിലും ഒരു ഇങ്ങനെ മാറിപ്പോകേണ്ട എന്തെങ്കിലും അവസ്ഥ? അത് രണ്ട് കാരണവും സംഭവിക്കാറുണ്ടല്ലോ. അത് ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചില സിനിമകളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനോട് ആത്മാർത്ഥത പുലർത്തുക, അത്ര തന്നെ. ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്തെ ഒരു അനുരാഗം അല്ലെങ്കിൽ ആ കാലത്തെ ഒരു പ്രണയമാണല്ലോ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് എന്തായിരുന്നു പഴയ കാലത്തിലേക്ക്? ഇല്ല, പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. പിന്നെ ക്രിസ്ത്യൻ കുടുംബമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്. അപ്പം അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ മാനസങ്ങളൊക്കെ ഓൾറെഡി അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡയറക്ടർ എല്ലാം പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യൂ എല്ലാവരും തന്നെ. അതൊരു വലിയ സഹായമായിരുന്നു. ഇപ്പൊ നായകന്റെ അമ്മയായിട്ടാണ്. അതെ. എങ്ങനെയാണ് നായകന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണോ അതോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. എങ്ങനെയുള്ള ഒരു അമ്മയാണ്? ഒരു പാവം അമ്മ തന്നെയാണ്. പാവം അമ്മയാണ്.